വായിക്കാൻ ഒന്നുമില്ല. കട്ടിലിൽ കിടന്ന് കൈയെത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വെച്ച റേക്കിൽ അടുക്കില്ലാതെ കൂടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തവയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറിച്ചു നോക്കി. സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലയ്ക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു. മടുപ്പ് തോന്നി. പുസ്തകം മെത്തയിലിട്ട് കണ്ണടച്ച് കിടന്നു. അടച്ചിട്ട ചില്ലുജാലകത്തിന്റെ നേർത്ത വിടവുകളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാവുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. ശബ്ദമില്ലാത്ത ഒരവസ്ഥയില്ല എന്ന സത്യം അവൾ ഓർമ്മിച്ചു. അല്ലെങ്കിൽ നോക്കൂ, ഇപ്പോൾ എങ്ങും നിശബ്ദമാണെന്ന് പറയാം. നിശബ്ദത ഒരു സംഗീതമാണ്. മുകളിലെ ഒരു പഴയ തട്ട് ഉറക്കുത്തി എന്തെല്ലാമോ പൊടിഞ്ഞു വീഴുന്നു. അതിൻ്റെ കിരികിരിപ്പ്. അകലത്തെവിടെയോ ഉണങ്ങിയ ചുള്ളിക്കൊമ്പുകൾ ഒടിയുന്നു. ചീവീടുകളുടെ ദൂരെ നിന്നുള്ള ശബ്ദം. തുലാവർഷത്തിൽ കുതിർന്ന രാത്രിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കവുങ്ങിൻ തോപ്പിൽ നിന്നല്ലേ ചീവീടുകളുടെ ശബ്ദം കേൾക്കുക? കുമയൂൺ മലകളിൽ പകൽ വെളിച്ചമുള്ളപ്പോൾ കരയുക. 9 വർഷം ജന്തുശാസ്ത്രം പഠിപ്പിച്ച തനിക്ക് ചീവീടുകളുടെ ഹാബിറ്റും അറിഞ്ഞുകൂടാ. കുമയൂൺ കുന്നുകളിൽ പകൽ വെളിച്ചത്തിൽ നിശബ്ദതയിൽ ചീവീടുകൾ കരയുന്നു. ഫൈലമാത്രോപോഡയാണ് ക്ലാസ്. ഈശ്വര, എന്തെല്ലാം വിഡ്ഢിത്തമാണ് തോന്നുന്നത്. നിശബ്ദതയുടെ സംഗീതം. പുറത്തെ മൂടൽ മഞ്ഞ് മുറിക്കകത്തേക്ക് കടന്നു വന്ന് മുക്കിക്കളയുന്നു. വാതിൽക്കൽ മുട്ടുകേട്ടാണ് കണ്ണു തുറന്നത്. എത്ര നേരമാണ് മയങ്ങിക്കിടന്നത്? മുറിയിൽ മഞ്ഞ് കടന്നതല്ല, ഉറക്കത്തിൻ്റെ നനുത്ത മൂടുപടം ഊർന്നു വീഴുന്ന കണ്ണുകളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. വീണ്ടും മുട്ടുകേട്ടു. മിനുത്ത മരപ്പലകകൾ പാകിയ നിലത്ത് നല്ല തണുപ്പുണ്ട്. അമർസിംഗ് ആയിരിക്കുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്.